മൈവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പ്രളയം വരും പോകും, പക്ഷേ തമിഴ് സിനിമ അങ്ങനെയല്ലല്ലോ. ഇടയ്ക്കിടക്കല്ലേ നമുക്കൊരു തമിഴ് സിനിമ ലഭിക്കത്തുള്ളൂ. മലയാള സിനിമയെ പോലെയല്ല തമിഴ് സിനിമ. മലയാളത്തിൽ 1 കോടി വാങ്ങുന്നവർ തമിഴിലെത്തിയാൽ അത് 5 കോടിയാക്കി മാറ്റും. ഇതൊരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രളയത്തെക്കാൾ മുൻഗണന ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന തമിഴ് സിനിമയ്ക്കാണ്. പറഞ്ഞു വരുന്നത് നടനും MP-യുമായിട്ടുള്ള നമ്മുടെ സ്വന്തം തൃശ്ശൂരിനെ എടുത്തുകൊണ്ടുപോയ സുരേഷ് ഗോപിയെ കുറിച്ചിട്ടാണ്. സുരേഷ് ഗോപി എവിടെയാണ്? പ്രളയബാധിത പ്രദേശങ്ങളിലൊന്നും സുരേഷ് ഗോപിയെ കാണാനില്ല. അങ്ങനെ സോഷ്യൽ മീഡിയക്കാർ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് സുരേഷ് ഗോപി തമിഴ്നാട്ടിൽ വിജയ് ആന്റണി നായകനാകുന്ന ഒരു ചിത്രത്തിൽ വില്ലൻ വേഷം അവതരിപ്പിക്കുന്ന തിരക്കിലാണ് പോലും. അതുകൊണ്ടാണ് പ്രളയത്തെ മാറ്റിവെച്ച് തമിഴ് സിനിമയിൽ സജീവമാകാൻ സുരേഷ് ഗോപി തീരുമാനിച്ചത്. എന്തിനു പറയണം, സേവാഭാരതിയുടെ പ്രവർത്തകനായിട്ടുള്ള ലിനുവിന്റെ അമ്മയെ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മൂപ്പർ തയ്യാറായിട്ടില്ല. അമ്മയെ കാണാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. ആ സമയം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ RSSകാർ തന്നെ ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ പലരും പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയ വിശ്രമത്തിലാണ് പോലും. നമ്മുടെ കൊച്ചു കേരളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ എന്ത് രാഷ്ട്രീയ വിശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത്? അത്തരത്തിൽ രാഷ്ട്രീയ വിശ്രമത്തിലുള്ളവരെ എന്തു പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത്? തമിഴ് സിനിമയുടെ പ്രതിഫലം കണ്ട് കേരളക്കാരെ മറന്നുപോയവരെ നമ്മൾ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അബദ്ധം. അത് മാത്രമല്ല, നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് പേരുണ്ട്. PV അൻവർ, M സ്വരാജ്, ശശീന്ദ്രൻ MLA, രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചകം പിളർത്തിയ തിരുവനന്തപുരത്തെ മേയർ പ്രശാന്തും. ഇവരൊക്കെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ഇത്തരക്കാരെ നമ്മൾ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.